ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വീഡിയോസൊക്കെ നോക്കി തയ്ച്ച് വയ്ക്കുന്ന ഡ്രസ്സുകൾ എവിടെ കൊണ്ടു ചെന്നാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഏത് സ്റ്റിച്ചിങ് വീഡിയോയുടെ താഴെയും വരുന്ന ഒരു കമൻറ്റാണ്. ഇതൊക്കെ നമ്മൾ തയ്ച്ച് വെച്ച് വീട്ടിൽ കുറേ തയ്ച്ച് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊരു ഫീൽഡാക്കി എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇത് എവിടെ കൊണ്ട് ചെന്ന് സെയിലാക്കിയാലാണ് നമുക്ക് വരുമാനം കിട്ടുക എന്നുള്ളത്, സ്റ്റിച്ചിങ്ങിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും പറയും നമുക്ക് ഓൺലൈനിലൂടെ സെയിലാക്കാം, പക്ഷേ എങ്ങനെയാണ് അത് സെയിലാക്കുക എന്നാരും പറഞ്ഞു തരത്തില്ല. ഇൻസ്റ്റാഗ്രാമിലിട്ടാൽ മതി, ഫേസ്ബുക്കിലിട്ടാൽ മതി, വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടാൽ മതി എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ നമ്മൾ അതിടുമ്പോൾ ആരും വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ കുറേ അധികം പേർക്ക് വരാറുണ്ട്. ഈ ഓൺലൈനിൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ലാസ്റ്റ് പറയാം. അതിനു മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വർടൈസ് കൊടുക്കുക അഥവാ പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തയ്ക്കുന്നുണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് തയ്ച്ച് വെച്ചത് ഇവിടെ റെഡിലി അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അഡ്വർടൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ തന്നെ പരസ്യം ചെയ്താലേ ആളുകൾക്ക് അറിയത്തുള്ളൂ നമ്മൾ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന്. അതായത് നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലിട്ടു, അങ്ങനെയാണെങ്കിൽ അത് അന്ന് തന്നെ വന്ന ആളുകൾ വാങ്ങിക്കൊണ്ട് പോകത്തൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റായിട്ട് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അഥവാ സ്റ്റാറ്റസ് ഇടാനാണെങ്കിൽ സ്റ്റാറ്റസ് ഇടുക, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം ആളുകൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഏതാണ് ചെയ്യാൻ പറ്റുക അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതുമാത്രം നമ്മൾ തയ്ക്കണം. കാരണം ഇപ്പോൾ ഒരാൾക്ക് ചുരിദാർ തയ്ക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് തയ്ക്കാനാണ് ഇഷ്ടം. അതിൽ തന്നെ ബോയ്സിൻ്റെ ഡ്രസ്സാവാം, ഗേൾസിൻ്റെ ഡ്രസ്സാവാം, നൈറ്റി ആവാം. ഏത് സ്റ്റിച്ച് ചെയ്താലാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവരുടെ അടുത്തു നിന്നൊരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫീഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻസും ഡ്രസ്സസും നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനിയെന്ന് പറയുന്നത്, നമ്മൾ ഓരോ സീസണിലും ഓരോ ടൈപ്പ് ഡ്രസ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. കോഡ് സെറ്റ് ഈ സമയത്ത് നമുക്ക് കോഡ് സെറ്റ് ഭയങ്കര ട്രെൻഡിങ് ആണ്, ജംപ് സ്യൂട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. സീസണിനനുസരിച്ച് ഏത് ഡ്രസ്സാണോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ആ സമയത്ത് ഏത് ഡ്രസ്സാണോ ട്രെൻഡിങ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആ ട്രെൻഡിങ് ഡ്രസ്സിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫാബ്രിക് ഭയങ്കര ഇന്നായിരിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇടുന്ന പോലത്തെ ചില മെറ്റീരിയൽസ് ഡ്രസ്സൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ അത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെയിൽ നടക്കുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അവർക്ക് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ചൂടുള്ള ഒരു ക്ലൈമറ്റിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോട്ടൺ ആയിരിക്കും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുക. അതിലൊരു 2 to 3% ആളുകൾ മാത്രമായിരിക്കും
ഈ കോട്ടൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. അവർ കോമൺലി യൂസ് ചെയ്യുന്ന ഫാബ്രിക്കുകൾ ഏതാണ്, അവിടെ മോസ്റ്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ടൈപ്പ് ഏതാണ്. ഇപ്പം നിങ്ങളൊരു റൂറൽ ഏരിയയിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നൈറ്റി, ചുരിദാർ ഒക്കെ ആളുകൾ, നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ വെയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ഡ്രസ്സിൻ്റെ ഡിസൈനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ച് ആ ഒരു രീതിക്ക് നമ്മളും ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. നമുക്കും ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു സമയത്തുള്ള അവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള ഡ്രസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് കാണിക്കാൻ വെച്ചാൽ കാണിക്കാനല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. നമുക്ക് നമ്മുടെ ഏരിയയിൽ മാത്രം സെയിലാക്കിയാൽ നമുക്ക് അത്രയും വരുമാനം കിട്ടില്ല. എന്നാൽ നമുക്ക് ഓൺലൈൻ സെയിൽ ചെയ്യുവാണെങ്കിൽ നല്ല ലാഭം കിട്ടും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുന്ന സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് സമയത്താണോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡേയും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ടൈം അനുസരിച്ച് നമ്മൾ ഇന്ന് 1 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേയും നമ്മൾ 1 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കറക്റ്റ് ടൈമിൽ ഒരു 10 പോസ്റ്റെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല റീച്ച് കിട്ടുകയും നല്ല വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സുകളാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.